Name 3 TV brands. LG, Bajaj, Sony. ബജാജിന് ടി വി ഇല്ല. Name 3 dating apps. Timber, Bumble, Ariki. ടിമ്മറല്ല, അക്കേഷ്യ മരം, ടിൻഡർ. Name 3 women clothing items. ജീൻസ്, ക്രോപ്പ് ടോപ്പ്, ബ്രാ. Welcome back to my official YouTube channel, YOLO by Srividya. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു? ഭയങ്കര ചൂടല്ലേ നാട്ടിലൊക്കെ. അപ്പോൾ ഇന്ന് എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളേ. ആട്ടും തുപ്പുമേറ്റ് വാങ്ങാൻ വീണ്ടും ഒരു ചലഞ്ചുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പേരിട്ടിരിക്കുന്നത് 5 seconds നെയിം ഗെയിം ചലഞ്ച് എന്നാണ്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 5 സെക്കൻഡിലാണ് ആൻസർ പറയണം. ഇപ്പം ഞാൻ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നന്ദു 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നതിന് നന്ദു ഉത്തരം പറയണം. ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണോ ചോദിക്കണേ അത് 5 സെക്കൻഡ്സിൽ പറയണം. പിന്നെ ഞാനും അതുപോലെ തന്നെ 5 സെക്കൻഡിൽ പറയണം. ഇതാണ് നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പപ്പാമ്മയുടെ അന്നത്തെ ചലഞ്ച് കഴിഞ്ഞപ്പോഴേ എല്ലാവരും ചോദിക്കുമായിരുന്നു, എന്നാൽ അടുത്ത ചലഞ്ച് ചെയ്യാത്ത അടുത്ത ചലഞ്ച് ചെയ്യാത്തതെന്ന്. എന്നാൽ ഇന്ന് അടുത്ത ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോകുന്നു. അപ്പം ചിലര് അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരത്? അപ്പം ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ അടുത്ത് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എൻ്റെ സ്കിൻ ഈ ഒരു ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ ഒരു കൊറിയൻ ടൈപ്പ് സ്കിൻ ആയതെന്ന്. അപ്പം ഞാൻ അതിനുള്ള ഒരു പോംവഴി നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. അത് വെറും 7 ദിവസത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കൊറിയൻ സെലിബ്രിറ്റി സ്കിൻ ടൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതാണ് ഞാൻ ഉപയോഗിച്ച് നല്ല 1ാം തരം റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ പ്യൂർ ഓർജിൻസിൻ്റെ കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് സിറം കേട്ടോ. അപ്പം നമ്മുടെ കൊറിയൻ ഇഷ്ടപ്പെട്ട സ്റ്റാർസൊക്കെ ഇല്ലേ, അവരുടെ ഫേസിലൊക്കെ ഒരു കാണുന്നൊരു ഗ്ലോ ഇല്ലേ, അത് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തുടങ്ങേണ്ടത് പ്യൂർ ഓർജിൻ്റെ കൊറിയൻ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ. ആഴത്തിലുള്ള ക്ലെൻസിങ്ങിന് സഹായിക്കുന്ന കൊറിയൻ വൈറ്റമിൻ സി മൈക്രോ ബീഡുകളും യൂസു ലെമണും ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള ഘടകമായ വൈറ്റമിൻ സി ബീഡ് കോംപ്ലക്സ് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെയൊക്കെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ നൽകാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതിലുള്ള വൈറ്റമിൻ സി നമ്മുടെ ഡൾനെസ് ഒക്കെ കുറച്ചിട്ട് നമ്മുടെ ഫേസിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റൻ ആക്കുന്നുണ്ട്. കൂടാതെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഇറിറ്റേഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാനും സഹായിക്കും. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നത് പ്യൂർ ഒറിജിൻ്റെ തന്നെ കൊറിയൻ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് വൈറ്റമിൻ സി ഫേസറുമാണ്. ദാറ്റ് ഇസ് 2 മെയ്ഡ് വിത്ത് 20x നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി ആൻഡ് യൂസു ലെമൺ. ഇതിലടങ്ങിയിട്ടുള്ള 20x കൊറിയൻ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് 3 ദിവസത്തിൽ തന്നെ വിസിബിൾ ഡിഫറൻസും കാണാൻ സാധിക്കും. ഇതിലടങ്ങിയിട്ടുള്ള യൂസു ലെമൺ എസൻസും പിന്നെ വൈറ്റമിൻ സിയും നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഒരു ഡ്യൂയി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഗ്ലോ തരും. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് നോൺ സ്റ്റിക്കി ഫോമുലയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഹെവി ഫീൽ അത് കൊടുക്കത്തില്ല. ഇത് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് പ്യൂർ ഒറിജിൻ കൊറിയൻ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് വൈറ്റമിൻ സി സിറം ക്രീമാണ് കേട്ടോ. ആൻഡ് ദാറ്റ് ഇസ് മെയ്ഡ് വിത്ത് 10x നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി സിറം ആൻഡ് യൂസു ലെമൺ. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കുന്നു. കൂടാതെ ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് ഇൻസ്റ്റന്റ് ബ്രൈറ്റ് ബൂസ്റ്റും തരുന്നു. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നു. അതുവഴി നമുക്കൊരു ഈവൻ സ്കിൻ ടോണും കിട്ടുന്നുണ്ട്. ഈ സിറം ക്രീം നോൺ ഓയിലി ഫോമുലയാണ്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ മുഴുവൻ ദിവസവും ഫ്രഷ് ആൻഡ് മാറ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിറമാണ് കേട്ടോ. കാരണം ഇത് വെറും 7 ഡേയ്സിനുള്ളിൽ കൊറിയൻ സെലിബ്രിറ്റി ലൈക്ക് ഗ്ലോ തരും. സോ ഇപ്പം തന്നെ അവരുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള pureorigin.in നിന്നും നിങ്ങൾക്കും ഇത് മേടിക്കാം. എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള Shri2025 ഉപയോഗിച്ചാൽ 15% ഡിസ്കൗണ്ടും കിട്ടും. മാത്രമല്ല ഈ പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ആൻഡ് പേർപ്പിളും അവൈലബിൾ ആണ്. എന്താ തുടങ്ങട്ടെ? എന്താ കഴിഞ്ഞോ ഇൻ്റഗ്രേഷൻ? എന്തായിരുന്നു? None of your business. Just okay. Girly things. Okay. എന്തായാലും ഗുണമുള്ള സാധനങ്ങളാണ് കേട്ടോ, ഉടായിപ്പല്ല. കാരണം ഇതെല്ലാം ഇവളും എൻ്റെ ചേച്ചിയും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും ഉപയോഗിക്കുന്നതാണ്. വല്ലപ്പോഴും ഞാനും ആക്ച്വലി ഞാൻ കിട്ടുന്ന പ്രൊഡക്ട്സ് ഞാൻ ആദ്യം ട്രൈ ചെയ്യും. ഞാൻ ട്രൈ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അത് ഓപ്പണായിട്ട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് ഞാൻ ഇവിടെ യൂസ് ചെയ്യും. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും ചിന്നുവിൻ്റെ ചിന്നുവിൻ്റെ ചേട്ടൻ്റെ വൈഫും ചേച്ചി ആരാന്ന് പറഞ്ഞു ചേച്ചി. പിന്നെ ഒരുപാട് പേര്. ദെൻ
അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് അവരുടെ റിസൾട്ട് ചോദിക്കും. ഇപ്പൊ സുബിൻ ചേട്ടന്റെ വൈഫിന് ചേച്ചിക്ക് വരെ ഞാൻ എല്ലാവർക്കും നമ്മൾ ഉപയോഗിക്കാൻ കൊടുക്കുകയും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. യെസ്, ഓക്കെ, തുടങ്ങാം. പരിപാടി പറഞ്ഞായിരുന്നല്ലേ? ദിസ് ഈസ് ഹൗ ഐ ഡു ഇന്റഗ്രേഷൻ. എന്റെ ചോദ്യങ്ങളെല്ലാം സെറ്റാണ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം 5 സെക്കൻഡ് ആണ്. ഞാൻ ഇവിടെ റെഡി ആയിട്ട് ഇതൊക്കെ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കും. നന്ദു കറക്റ്റ് ഇങ്ങനെ വന്ന് നേരെ വന്ന് ഇവിടെ വന്നിരിക്കും. ഇട്ട ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ ബ്യൂട്ടീഷ്യന്റെ ആവശ്യമൊന്നുമില്ല. റെഡി? ദിസ് ഈസ് നോട്ട് ബ്യൂട്ടി, വാട്ട്എവർ ഇറ്റ് ഈസ് മാൻ, കം ഓൺ. ഓക്കേ, ഞാൻ പണ്ട് ആർക്കും എഴുതിയ ലെറ്റർ ഇതിൽ കിടക്കുന്നു. അയ്യോ, നന്ദു ചേട്ടന്റെ ഏതോ ഇത് സ്ക്രിപ്റ്റിന്റെ ബാലൻസ്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, എനിക്ക് ക്വസ്റ്റ്യൻ കാണാം. സത്യസന്ധത നിറഞ്ഞു കവിയുന്നു. 5 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ പോവാണ്. ഫസ്റ്റ് സാധനം. അപ്പം റൂൾസ് പറഞ്ഞായിരുന്നോ? ആ, ഒരു ചോദ്യം ചോദിക്കും. അത് ചിലപ്പോൾ 3 എണ്ണത്തിൻ്റെ പേരായിരിക്കും പറയേണ്ടത്, ചിലപ്പോൾ 5 എണ്ണത്തിൻ്റെ ആയിരിക്കും. 5 കൂടുതലില്ല കേട്ടോ, 3 അല്ലെങ്കിൽ 5 എണ്ണം. അയ്യോ, എനിക്ക് 10 ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 3 ചായക്കടികളുടെ പേര് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെക്കൻഡിനകത്ത് 3 എണ്ണം പറയണം. പഴംപൊരി, ഉഴുന്നോടാ, പരിപ്പട, അങ്ങനെ പെട്ടെന്ന് പറയണം. ഓക്കെ, പഴയ ജോലി ഓർമ്മ വന്നു. അപ്പോൾ റെഡി? ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ചോദ്യം ഞാനാണ്. ഞാനിവിടെ ടൈമർ വയ്ക്കാൻ പോവാണ്. റെഡി? 1 2 3. നെയിം 3 TV brands. LG, ബജാജ്, സോണി. ബജാജിന് TV ഇല്ല. പണ്ടില്ലായിരുന്നു ബജാജിന് TV ഇല്ല. വേറെ ഏതൊക്കെയാ പറഞ്ഞ? ബജാജിന് TV ഇല്ല. LG ഉണ്ട്, സോണി ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടോ? ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. ബജാജ് TV എന്നാ സാംസങ് ഞാൻ പറയാൻ വന്നേ. ഇല്ല, ബജാജിന് TV ഇല്ല. ഇത് 5 സെക്കൻഡ് എടുത്ത് എത്ര സെക്കൻഡ്സ് ആയിരുന്നു? 4 സെക്കൻഡിൽ കഴിഞ്ഞു. 1 സെക്കൻഡ് ബാക്കി. എന്താണെന്നറിയോ, 5 എണ്ണം പറയണം. അപ്പോഴേ നമുക്ക് ആ സ്പീഡിൽ 5 സെക്കൻഡ്സ് ആവുള്ളൂ. ഇല്ല, അത് കഴിഞ്ഞു. 5 സെക്കൻഡ് കഴിഞ്ഞു. തോറ്റതല്ലല്ലോ, 1 മാർക്ക് കുറഞ്ഞു പോയി. ബജാജ് ഇല്ല, 3 എണ്ണം പറയണം പറയുമ്പോൾ. ഓക്കെ, തന്റെ ചോദ്യം റെഡിയാണോ? ഞാൻ ടൈമർ പറയട്ടെ. നീ തന്നെ ഞെക്കിക്കോ ടൈമർ. റെഡി? ഇല്ല, എനിക്ക് നിങ്ങളെ വിശ്വാസം. ഒരു ജീവിതം ഞാൻ അങ്ങോട്ട് തന്നില്ലേ, പിന്നെ ഇതിൽ മാത്രം ഞാൻ വിശ്വസിക്കേണ്ടിയിരിക്കണം. റെഡി? ഓക്കെ, ചോദ്യം ചോദിച്ചോ. നെയിം 3 things when you do when no one is watching. ഓക്കെ, തലചൊറിയുക, നഖം കടിക്കുക, കഴിഞ്ഞു. 2 എണ്ണം പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഫുള്ള് പൊട്ടത്തെറ്റാണ്. തല ചൂഴണ ഞാൻ അങ്ങനെ കാണാറില്ല. ഇങ്ങനെ നഖം കടിക്കണത് എപ്പോഴും, അത് പബ്ലിക് ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുമ്പോൾ അപ്പം കടിക്കുന്ന നഖം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ടെൻഷൻ ചിന്തിക്കുമ്പോഴൊക്കെ ഓവർ തിങ്കറും കൂടാണ്. ഓക്കെ, ഞാൻ നന്ദു ചേട്ടൻ ചോദിക്കും. ഞാനൊരു കാര്യം പറ്റേ, പക്ഷെ മറ്റേല് എനിക്കൊരു 1/2 പോയിന്റ് എങ്കിലും എന്താ? ഒരു പോയിന്റും ഇല്ല. 2 പേർക്കും ഇപ്പം 0-0. റെഡി? ചോദിക്കാൻ പോവാണേ. നെയിം 3 പോൺ സ്റ്റാർസ്. ബിയ ഖുറേഷി, മറ്റേ മിയ ഖുറേഷി കഴിഞ്ഞു. അയ്യോ, സണ്ണി ലിയോൺ ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, പുള്ളിക്കാരി ഇപ്പം എക്സ് ആണ്. എക്സ് പോൺ സ്റ്റാർ ആണ് സണ്ണി ലിയോൺ. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ഓക്കെ, ഒരു മിനിറ്റ്, സോറി, ഇത് ഗെയിം അല്ല. ഇനി 3 എണ്ണം പറഞ്ഞുതരോ? മിയ ഖലീഫ, ജോണി സിൻസ്, സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ അല്ലേ? ലിയോണിയാണോ? എനിക്ക് ബാക്കി ആരെ അറിയത്തില്ല സത്യമായിട്ട്. എനിക്ക് പേരൊന്നും ഓർത്തിരിക്കാം. ശരി, ആരാ ഇതിലൊക്കെ പേര് ഓർത്തിരിക്കുന്നത്? ഓക്കെ, ഇനി ഞാനാണോ? ചോദിച്ചോ. നെയിം 3 continents. ആഫ്രിക്ക, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഏഷ്യ. എത്ര എണ്ണം വേണം? 3 എണ്ണം മതി. 5 ആക്കണമായിരുന്നു. ഓക്കെ, നീ ഓക്കെ. നെയിം 3 ഇൻഡോർ പ്ലാന്റ്സ്. അക്വേഷ്യ, അക്വേഷ്യ, മണി പ്ലാന്റ്. കഴിഞ്ഞു. അക്വേഷ്യ ഒക്കെ വന്നതാ. അവന്റെ ഓക്സിജൻ പ്ലാന്റിന്റെ പേരെന്തായിരുന്നു? എനിക്ക് ഒരു പോയിന്റ് ഉള്ള ഞാനൊരു കാര്യം പറ്റേ, സെയിം ക്വസ്റ്റ്യൻ ഞാനും എഴുതി വെച്ചേക്കുന്നു. ഇൻഡോർ പ്ലാന്റ്. അയ്യോ, ആണോ? ഓക്കെ, അടുത്ത പോവാം. ഞാനാണേ? അല്ല, നീ എന്റെ ഇതൊന്നും നോക്കല്ലേ. ശരി, നീയാ ചോദിക്കണ്ട. ഇത് 5 എണ്ണം. 10 ഗേൾസ് നെയിം സ്റ്റാർട്ടിംഗ് വിത്ത് എം. എമ്മോ? മാളവിക, മഞ്ജിമ, മനോഹരി, മായ. 4 എണ്ണം പറഞ്ഞു. 4 എണ്ണം എത്തിച്ചു. 5 എത്തിയില്ലേ? ഇല്ല, 4 എണ്ണം എത്തി. ഓക്കെ, ഇതെന്ത് ഭയങ്കര പാടാണല്ലോ. നമുക്ക് 2 പേർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. എനിക്ക് മാത്രം ഒരു പോയിന്റ് കിട്ടി കേട്ടോ. 3 കോണ്ടിനെന്റ്സ്. ഓക്കെ, നെയിം 3 ഡേറ്റിംഗ് ആപ്സ്. ടിംബർ, ബംബിൾ, അരിക്ക്.
Oh my God! ടിമ്മറല്ല, അക്കേഷ്യ മരം, ടിൻഡർ. മൂന്നും കറക്റ്റാ പറഞ്ഞാൽ മാത്രമേ പോയിന്റ് ഉള്ളൂ കേട്ടോ. ടിമ്പർ അല്ല, ടിൻഡർ. അത് പറയുമ്പോഴേ ഞാൻ ഇതുവരെ ഡേറ്റിംഗ് ആപ്സിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഞാനെന്ത് വിളിച്ച് അതൊരു എന്റെ ഫോട്ടോ വെച്ചിട്ട് ഏതോ ഒരു പേരില്, അത് ഞാനല്ല, എന്നെ വിശ്വസിക്കലേ, നിങ്ങൾ എന്നെ കണ്ട എന്നെ ഡേറ്റ് ചെയ്ത്. ഇപ്പഴല്ല, പണ്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട്. അത് പഴയ കാലഘട്ടം, 2000 അപ്പോഴൊക്കെ ഇത് ഉണ്ടോ? 16-17 കാലഘട്ടത്തിൽ ടിൻഡർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ടിൻഡറും ബമ്പിളും ഉണ്ടായിരുന്നു. അതെ, ഓക്കെ, റെഡി, ചോദിച്ചോ. നെയിം 3 വുമൻ ക്ലോത്തിങ് ഐറ്റംസ്. ജീൻസ്, ക്രോപ്പ് ടോപ്പ്, ബ്രാ. കറക്റ്റ് അല്ലേ? ആണുങ്ങളുടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറയത്തില്ലായിരുന്നു. എന്താ ഇതിലെന്താ? ആർക്കും എല്ലാവർക്കും അമ്മ പെങ്ങന്മാരുള്ള എല്ലാവർക്കും അറിയാന്നുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ? അല്ല, ക്രോപ്പ് ടോപ്പ് ഒക്കെ അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല. അമ്മ പെങ്ങന്മാർ ഭാര്യമാരുള്ളവർക്ക് എല്ലാവർക്കും അറിയാന്നുള്ള. ഭാര്യ മാറില്ല, ഭാര്യ. എനിക്ക് കിട്ടിയ 2-0 കേട്ടോ. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല സുഹൃത്തെ. ഞാൻ ചോദിക്കട്ടെ, നെയിം 3 ലക്ഷറി കാർ ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ. Audi, Benz, BMW, Mini Cooper, Lexus and മതി. അത് കറക്റ്റ് ആക്കി. അപ്പം 1-2 ഇതുവരെ കേട്ടല്ലോ. ഞാനുണ്ടല്ലോ, ചോദിച്ചോ. ഞാന് ഇത് 5 ആണ് പറയേണ്ടിയിരുന്നത്. 5 ഭയങ്കര പാടാണ്. ഓക്കേ, ഫൈൻ. ശരി. നെയിം 3 characters which Lalaten did. ഓക്കെ, സ്റ്റീഫൻ നെടുമള്ളി, ജോർജ് കുട്ടി. അയ്യോ പെട്ടെന്ന് പറയുമ്പോഴേ ഫേവറേറ്റ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഏത്? ചന്ദ്രോത്സവം. അയ്യോ, ആര്? ചിറക്കൽ ശ്രീഹരി. അതാണ് നമുക്ക് കിട്ടത്തില്ല പെട്ടെന്നുള്ളൊരു 5 പറഞ്ഞേ പെട്ടുവേനെ. ശരി, doesn't make any difference. എനിക്ക് 1, എനിക്ക് 2, അത്രേ ഉള്ളൂ. അതിൽ വേറൊന്നുമില്ലോ, പറഞ്ഞതിൽ അത്രേ ഉള്ളൂ. അല്ല, ഇത് പറയാൻ പറ്റാത്ത മലയാളികൾ ഉണ്ടാവോ? ശരി, ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കും പറ്റിപ്പോണത്. എബ്രാഹിം ഖുറൈശി കൂടെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം കറക്റ്റ് ആയി. അവർ രണ്ടെണ്ണായല്ലേ? ഓക്കെ, ഇന്നൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ഇന്ന് എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ഞങ്ങൾ 4:30 ഷൂട്ട്, 4:30 ഷോയ്ക്ക് പോവാ. ഓക്കെ, ചോദിക്കട്ടെ, നെയിം 3 പ്ലേസസ് വി ഹാവ് ട്രാവൽഡ് ടുഗദർ. സ്റ്റാർട്ട്. മലേഷ്യ, മൂന്നാർ, കാസർഗോഡ്, ട്രിവാൻഡ്രം, കൊച്ചി. എനിക്ക് പറയാൻ, എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പാലക്കാട് മറ്റേ ഷൂട്ട്. പിന്നെ എനിക്ക് പറഞ്ഞു തീർന്നില്ല. ബാംഗ്ലൂർ പോയിട്ടില്ല, ചെന്നൈ പോയിട്ടില്ല, ഗോവയുണ്ട്. ശരി, ഗോ. അപ്പം 2-2 ചോദിച്ചോ. നിനക്ക് ഇതിനൊക്കെ 2? എനിക്ക് 2 ഒന്ന് കോണ്ടിനെന്റ് പറഞ്ഞു, രണ്ടാമത് വേറെ ഏതോർണം കൂടെ ചോദിച്ചായിരുന്നു. ചോദിച്ചു. വുമൺ ക്ലോത്തിങ് ബ്രാൻഡ്. ബ്രാൻഡ് അല്ല, ക്യാരക്ടേഴ്സ് പറയാൻ പറ്റില്ല. ക്ലോത്തിങ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറ്റി പോകുന്നു. ശരി, ഞാനാണോ? ടെൽ മീ 5 songs or starting with മഴ. 5 മലയാളം, 5 പാട്ട്. 5 പറ്റത്തില്ല. 3. എടാ ഇത് ഓക്കെ, മഴയേ. സ്റ്റാർട്ട്. ഓക്കെ, മഴയേ അമ്മ മഴക്കാറിനു കണ്ണീർ. മഴ. 2. മൂന്നാമത്തെ ഏതാ പറയാൻ വന്നേ? മൂന്നാമത്തെ ആലോചിച്ച് വരികയായിരുന്നു. മഴ പാടും കുളിരായി. ഓക്കെ, എനിക്ക് ഇതൊന്ന് പറ. നെയിം 3 ബ്രാൻഡ്സ് ഓഫ് വോഡ്ക. വോഡ്കയുടെ 3 ബ്രാൻഡ് പെട്ടെന്ന് പറയാം. രണ്ടാമത് മാജിക് മൊമെന്റ്സ്, വവ്വാലിന്റെ പടമുള്ളൊന്നും. ബക്കാഡി വോഡ്കയല്ല, വൈദ്രം. അതും പോയി. മാജിക് മൊമെന്റ്സ്, ക്ലബ് ഹൗസ്, സ്മിർനോഫ്. എനിക്കിത് പേര് അറിയുന്നുണ്ട്, എനിക്കിത് ഏതിന്റെ അറിയില്ല. കളർ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുക. സ്കൈ. ടാക്കമക്ക ഉണ്ടായിരുന്നു. ടാക്കമക്ക ഈസ് എ റം അഗൈൻ. വോഡ്ക അല്ല. ഓക്കെ, എന്താ ചെയ്യാനാ, പട്ടച്ചാരയും കുടിച്ചൊക്കെ ശീലിച്ചു പോയി. എനിക്ക് ഇതിനൊക്കെ ബ്രാൻഡ് അറിയാം. നാട്ടിൽ ഇതിന് ബ്രാൻഡ് പോലും ഇല്ല. പറയൂ. ചോദിക്കേ. ഓ, ഞാനാണോ? Name 3 types of hairstyles for girls, ladies, women. Half cut hairstyles ആണ്. അറിയില്ല, പോയി. ഇതൊക്കെ വേവി പറയാം. then ponytail അറിയില്ല. ponytail, curly, വേവി. ഓക്കെ, അത് പോയി. ഫൈൻ. ഞാൻ ചോദിക്കട്ടെ, നെയിം 5 books. 1 Indian girl, 2 states, then കാളി അശ്വതി ചേച്ചിയുടെ, then
അൺഫിനിഷ്ഡ് ബൈ പ്രിയങ്ക ചോപ്ര ഓട്ടോബയോഗ്രഫിയാണ്. ഞാനേ സത്യം പറഞ്ഞോട്ടെ, ഇതിങ്ങനെ നോക്കിയാൽ എനിക്ക് ആ പുസ്തകത്തിന്റെ കവർ കണ്ടെങ്കിൽ എനിക്ക് പേര് കിട്ടും. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാനൊരു ബുക്കോളിയായിപ്പോയി. അങ്ങനെ ഒരു വേർഡ് ഇല്ലേ? എന്നാ ഞാനൊരു ബുക്കിസ്റ്റ് ആയിപ്പോയി. അങ്ങനെ ഒരു വേർഡ് ഉണ്ടാവും. 5 പറഞ്ഞില്ല, പക്ഷേ 5 സെക്കൻഡിൽ 5 അല്ല 3 അല്ലേ പറഞ്ഞത്? എന്റെ അമ്മനാണ് എനിക്ക് അറിയത്തില്ല. അതെനിക്ക് മാർക്ക് കിട്ടണം. ശരി. അപ്പൊ 3-2. ചോദിച്ചോ. ഇത് പറയും തോന്നുന്നു ചിലപ്പോ. നെയിം 3 ലിപ്സ്റ്റിക് ബ്രാൻഡ്സ്. മെയ്ബൽ, വാസലിൻ, നൈക്ക. വാസലിൻ ലിപ്സ്റ്റിക് ഇല്ല. മെയ്ബൽ അല്ലേ? മെയ്ബലിൻ ലാക്മി പെട്ടെന്ന് കിട്ടൂല. അതിന്റെ രണ്ടാമത്തെ ഏതാ പറഞ്ഞ? ഞാൻ ഇല്ല പറഞ്ഞ വാസലിൻ ലിപ്സ്റ്റിക് ഇല്ല. ഓക്കെ ശരി. ഓക്കെ ചോദിച്ചോ. നന്ദു ചേട്ടൻ. ഓ ഞാനാ ചോദിക്കണ്ടേ. ഓക്കെ നെയിം 3 ഫീമെയിൽ സൂപ്പർ ഹീറോസ്. ശ്രീവിദ്യ മുല്ലശ്ശേരി, വസന്തകുമാരി, പത്മകുമാരി. സൂപ്പർമാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറയും പോലെ. വണ്ടർ വുമൻ, സൂപ്പർ വുമൻ കിട്ടൂലായിരുന്നു. അല്ല ഞാൻ പറഞ്ഞതാണ് ഈ 3 പേരുമാണ് എന്റെ സൂപ്പർ ഹീറോസ്. ശരി അടുത്തത്. തോറ്റു കഴിഞ്ഞാലും കുഞ്ഞനെ കുത്തി കാണിക്കുന്നത് ഓർക്കരുത് കേട്ടോ. ഓക്കെ ചോദിച്ചോളൂ. റെഡി. 3-2 കേട്ടോ സ്കോർ. 3-2 ചോദിച്ചോ. ഇത് ഒരു ലൈക്ക് ചില ബോയ്സിന് അറിയാം, ചിലർക്ക് അറിയില്ല. ഇതൊരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ശരി ചോദിച്ചോ. പിന്നെ നെയിം 3 ടൈപ്സ് ഓഫ് ബ്രാസ്. അയ്യോ, സ്പോർട്സ് ബ്രാ, സ്ട്രാപ്ലെസ്, പാഡഡ്. കറക്റ്റാണ്. അതെ അത് എടുക്കാട്ടോ. അത് പോയിന്റ് 3-3. ഓക്കെ ഞാനല്ലേ ചോദിക്കണ്ടേ. ഇന്ന് എമ്പുരാൻ ആയതുകൊണ്ട് ഇന്ന് എമ്പുരാൻ റിലീസ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ചോദ്യമാണ്. നെയിം 3 ക്യാരക്ടേഴ്സ് ഫ്രം ലൂസിഫർ. പ്രിയംവദ രാംദാസ്, പ്രിയംവദ രാംദാസ്, മയിൽ വാഹനം, ലാലേട്ടൻ ലൂസിഫർ. അയ്യോ ലാലേട്ടൻ ലൂസിഫർ അല്ല. ഇത് പ്രിയംവദ രാംദാസ്. പ്രിയല്ലേ? അല്ലല്ല പ്രിയംവദ മറന്നു കേട്ടോ. ജതിൻ രാംദാസ്. പ്രിയംവദയാണ്. പ്രിയാന്നാണ് ചേച്ചിയെ വിളിക്കുന്നത്. ഓഫ് കോഴ്സ്. പിന്നെ ഇത് തമ്പി മയിൽ വാഹനം, ഗോമതി, ജാൻവി ഉണ്ട്. അയ്യോ രാജുവിന്റെ പേരുണ്ടായിരുന്നു. എബ്രഹാം ഖുറൈഷി. അത് ലാലേട്ടന്റെ. അതെനിക്ക് കിട്ടത്തില്ല. ഞാൻ പറയട്ടെ, വെയിറ്റ്. ബോബിനെ പറഞ്ഞ നമ്മള്. പിന്നെ എനിക്ക് പറഞ്ഞു തീർന്നില്ല. ജതിൻ രാംദാസ്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? ഇപ്പൊ ഏകദേശം 10 ക്വസ്റ്റ്യൻ. ഓക്കെ 3 ഫുഡ്സ് വിച്ച് യു നെവർ ടേസ്റ്റഡ്. നിങ്ങൾ ഒരിക്കലും ടേസ്റ്റ് ചെയ്യാത്ത 3 ഫുഡ്. സൂഷി. 3 സുഷിയാ? അതെന്തോന്ന് സുഷി? വേറൊന്നും ഞാൻ അങ്ങനെ. 3 കോയയാ? 2 കോയ അല്ല, സൂഷി. പെട്ടെന്ന് അതേ വന്നുള്ളൂ. തോറ്റതാ. അമേരിക്കൻ ചോപ്സ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതോ മുതലിറച്ചി ഇല്ല. തായ്ലൻഡിൽ കിട്ടുമല്ലോ. ഞാൻ കഴിച്ചിട്ടില്ല. കിട്ടിയില്ല. അതൊക്കെ പറയായിരുന്നു. ശരിയാ, ഞാൻ ഓർത്തതാ. നെയിം 3 ടൈപ്സ് ഓഫ് മെൻസ് അണ്ടർവെയർ. ജട്ടി, ഷോർട്സ്, പ്രിന്റഡ് ഷർട്ട്. എനിക്ക് അങ്ങനെ നെയിം ഉണ്ടോ? ബോക്സർ ഉണ്ട്. ഈ ജട്ടിക്കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കാം. ചോദിച്ചോ. എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഒരു മിനിറ്റ്. നെയിം 3 ഹെൽത്തി തിങ്സ് ഇൻ യുവർ കിച്ചൺ റൈറ്റ് നൗ. കോൺഫ്ലെക്സ്, മിൽക്ക്, പ്രോട്ടീൻ പൗഡർ. തക്കാളി, ഉരുളക്കിഴങ്ങ്, അതൊക്കെ ഉണ്ടല്ലോ 4 സാധനം. അപ്പം 4-3 കറക്റ്റ്. ചോദിക്കേ. ഞാൻ ചോദിക്കാം. ഓക്കെ 3 ഡിഷസ് യു ക്യാൻ മേക്ക് ഫ്രം എഗ്. എഗ് ബുർജി, ഓംപ്ലേറ്റ്, എഗ് സലാഡ്. ഓക്കെ എഗ് സലാഡ് ഉണ്ടാക്കുമോ? ഓ പിന്നെന്താ, എഗ് സലാഡ്. ഓക്കെ. എൻ്റെ ഏട്ടനൊരു എഗ് ബുർജി ഉണ്ടാക്കും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഏട്ടൻ സ്നേഹത്തിൻ്റെ വീട്ടിൽ എഗ് ബുർജി തരാമെന്ന് പറഞ്ഞാൽ കഴിക്കല് ഭയങ്കര മോശമാണ്. ചോദിക്കേ. 5 ബോയ്സ് നെയിം സ്റ്റാർട്ടിങ് വിത്ത് എസ്. എസ്. സൂര്യ, സൂരജ്, സന്തോഷ്. സൂരജ് സന്തോഷ് അത് ഒരാളല്ലേ? അല്ല, 3 പേരാണ്. സിമ്പിൾ. 5-3. എനിക്ക് 3. അതെ.
എഗ് ബുർജി കൂട്ടിയാ? ഓ എഗ് ബുർജി കൂട്ടിയിട്ടില്ല. അപ്പം 4. ഷേ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടായിരുന്നു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. റെഡിയാണോ? 3 city names starts with B. ബീഹാർ, ബൃന്ദാവൻ, ബിജാർ, ബീഹാർ, ഒരു മിനിറ്റ് പറയണ്ട, ഞാൻ ആലോചിച്ച് നോക്കട്ടെ. ബീഹാർ മിണ്ടത്തില്ലല്ലോ ഇതിനോട്. ബോംബെ, ബാംഗ്ലൂർ, ഇനിയുണ്ട് ഭോപ്പാൽ. അങ്ങനെ എൻ്റെ ഉള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 13 ചോദ്യം ചോദിച്ചതിൽ നിന്നും ശ്രീവിദ്യ മുല്ലശ്ശേരി പറഞ്ഞിരിക്കുന്നത് 4 ഉത്തരങ്ങളാണ്. അതേസമയം മറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് 5 എണ്ണമാണ്. അപ്പം ഒഫീഷ്യലായി ഈ ഗെയിമിൻ്റെ വിന്നർ ഞാനെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ചലഞ്ചിൽ ഞാൻ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ പോകട്ടെ, എമ്പുരാൻ സമയമായി. ഇഷ്ടമാണ് ഇത്. ഒരാൾ ചലഞ്ചിന് വേണ്ടി വിളിച്ചു വരുത്ത തോന്നിവാസങ്ങൾ ചോദിക്കുക, അയാളിനെ ഇവളീ കണ്ടുപിടിക്കുന്ന പോലത്തെ ഊള ചലഞ്ചസ് അല്ലാതെ നല്ല ചലഞ്ചസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നല്ല നല്ല ചലഞ്ചുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. എന്റെ ചാനല്, എന്റെ ക്യാമറ, എന്റെ ലൈറ്റ് ഒന്നും പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യനും കൊണ്ട് വന്നിട്ട് ഇവിടുന്ന് ജയിച്ച ഷോ ഇറക്കിയിട്ട് തിരിച്ചു പോണ്. ആരുമില്ല ഇതൊന്നും ചോദിക്കാൻ. മൈ ഗോഡ്. അപ്പൊ ഇനി കുറച്ച് ചലഞ്ചുകളായിട്ട് വരാം. പക്ഷെ ഭർത്താവിന്റെ വിജയമാണ് ഭാര്യയുടെ സന്തോഷം. അതെ 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 അതെ. അപ്പൊ ഇനി കുറച്ച് ചലഞ്ചസുമായിട്ട് വരാം. അവർ നല്ല ചലഞ്ചസ് അടിയിൽ കമന്റ് ചെയ്യട്ടെ. നമുക്ക് എമ്പുരാൻ കാണാൻ പോവാം. ഓക്കെ. ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. സമ്മാനമൊന്നുമില്ല. ഇതിനേക്കാളും വലിയ സമ്മാനം വേറെന്ത് കിട്ടാനാ എന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പം കഴിഞ്ഞില്ലേ? ബൈ ഗൈസ്. ഡു സബ്സ്ക്രൈബ്. അത് പറഞ്ഞോട്ടെ. അടുത്ത ചലഞ്ച് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഡു എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഡു സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ്, ലൈക്ക് ആൻഡ് സപ്പോർട്ട് ബെൽ ബട്ടൺ. എമ്പുരാൻ കണ്ടിട്ട് വരാം. ബൈ.